കേരളത്തിലെ മാരിടൈം മേഖലയിൽ, ഷിപ്പിംഗ് മേഖലയിൽ 40 വർഷമായി നിലകൊള്ളുന്ന കേരള സ്റ്റീമേഴ്സ് ഏജൻറ്റ്സ് അസോസിയേഷൻ, അത് കൊച്ചിയാണ് അതിൻ്റെ ആസ്ഥാനം. അതിൻ്റെ നാളെ മുതൽ തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്ത് അതിൻ്റെ ആൾ കേരള സ്റ്റീമേഴ്സ് ഏജൻറ്റ്സ് അസോസിയേഷൻ എന്ന പേരിൽ ഇത് വിഴിഞ്ഞത്ത് തുടക്കം കുറിച്ചിരിക്കുകയാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ വരവോടെ ഈ മേഖലയിലെ ചരക്ക് ഗതാഗതം ആരംഭിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് സ്റ്റീമർ ഏജൻറ്റ്സ് അസോസിയേഷന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഈ സ്റ്റീമർ ഏജൻറ്റ്സ് അസോസിയേഷന് തുടക്കം കുറിച്ചിരിക്കുന്ന ഒരു എന്താണ് അതിൻ്റെ നേട്ടം? വിഴിഞ്ഞത്തിൻ്റെ ഒരു മാറ്റത്തിൻ്റെ തുടക്കമായിട്ടാണോ? അതെ, ഇത് എക്സിം കാർഗോ വളരെ കീ ആണ് എൻ്റെ പോർട്ട് ഓപ്പറേഷൻസിൻ്റെ. ഇത്രയും നാളും ട്രാൻസ്ഷിപ്മെൻറ്റ് മാത്രമായിരുന്നു. ഇനി വേറെ അലൈഡ് കാർഗോസൊക്കെ വരും. ജനറൽ കാർഗോസ്, ക്രൂയിസ്, ബങ്കറിങ്, ക്രൂ ചേഞ്ചസ് ഇതെല്ലാം വരാൻ സാധ്യതയുണ്ട്. സോ ദിസ് ഈസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ ഡയറക്ഷൻ. ഈ സ്റ്റീമർ ഏജൻറ്റ്സ് എന്ന് പറയുന്നത് അവരാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ ഒരു കപ്പൽ വന്നാൽ ആ ഒരു കപ്പലിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ ഒരു ഏജൻറ്റ് ഷിപ്പ് ഏജൻസ് ആയിട്ട് ഞങ്ങളാണ്. അപ്പോൾ ഞങ്ങളായിരിക്കും പോർട്ടിലെ എൻട്രി, ക്ലിയറൻസ്, കസ്റ്റംസ്, ഇമിഗ്രേഷൻ എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഒരുപാട് വിവാദവും ചർച്ചകളും ഒക്കെ വിഴിഞ്ഞത്തെ സംബന്ധിച്ച് നടക്കുകയാണ്, അതിൻ്റെ ഷെയർ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് ആൾക്കാരിൽ ഒരു ആശങ്കയുണ്ട്, ഇവിടെ വികസനം വരുമോ, അല്ലെങ്കിൽ വിദേശിക്കുന്നവർക്ക് തുറമുഖം കൊണ്ട് ആൾക്കാർക്ക് തൊഴിലുണ്ടാകുമോ? അപ്പോൾ അതൊക്കെ എങ്ങനെ, നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള എങ്ങനെയാണ് ഇവിടെ ഈ തുറമുഖം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണത്? ഇതിപ്പോൾ അത് ലേറ്റർ ഓൺ അതെല്ലാവർക്കും ഇങ്ങനെ ബിസിനസ് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ കംപ്ലീറ്റ് എക്കോ സിസ്റ്റത്തിനുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ അതിൽ എവരിബഡി വിൽ ബി ഏബിൾ ടു പാർട്ടിസിപ്പേറ്റ്. ഇപ്പോൾ കൂടുതലും ഷിപ്സ് അവിടെ കോൾ ചെയ്യുന്നത് MSCയുടെ ഷിപ്സാണ്. അത് കണ്ടെയ്നർ ഷിപ്സാണ്. അത് കൂടുതലും ട്രാൻസ്ഷിപ്മെൻറ്റാണ്. ഇപ്പോൾ എക്സിം കാർഗോസ് ഇപ്പോൾ നാളെ മുതൽ അതിൻ്റെ ഓപ്പറേഷൻസ് തുടങ്ങും. അത് കഴിഞ്ഞ് ബാക്കിയുള്ള എല്ലാം പിന്നെ CFS വരും. അങ്ങനെ ആയിട്ടുള്ള എല്ലാം. അല്ല, നമ്മൾ ഇതെല്ലാം വരുമെന്ന് പറയുമ്പോഴും നമുക്ക് റോഡില്ല, പിന്നെ നമ്മൾ ഇവിടുന്ന് കയറ്റുമതി ചെയ്യാനുള്ള സാധനങ്ങളില്ല. ഇതൊക്കെ നമ്മൾ സാധാരണ ആൾക്കാർ ചിന്തിക്കുമ്പോൾ ഇവിടുന്ന് എന്താണ് നമുക്ക് തേയിലയുണ്ടോ, അല്ലെങ്കിൽ ചെമ്മീനുണ്ടോ, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും മെഷീനറീസോ അങ്ങനെയുള്ള ഒന്നും ഇല്ലാതെ നമ്മളെന്താ ഇവിടെ ഇത്രയും വലിയ തുറമുഖത്ത് നമ്മളുടെ ഇവിടെ എക്സിം അങ്ങനെ ഇത് ഇവിടുന്ന് തന്നെ ട്രിവാൻഡ്രം സെൻട്രിക് ആയിട്ട് വേണമെന്നില്ല ഈ കാർഗോസ് ബാക്കിയുള്ളടത്തും ലൊക്കേഷൻസിൽ നിന്നും വരും. ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ഉള്ള കാർഗോ എക്സ്പോർട്ട് പോകുന്നത് കൊച്ചിയിൽ നിന്ന് മാത്രമായിരിക്കില്ല, കൊല്ലത്തു നിന്നുള്ള ഉണ്ടാവും, മറ്റേ ഹൈ റേഞ്ചസിൽ നിന്നുള്ള ഉണ്ടാവും, അപ്പം അതെല്ലാം കൂർഗിൽ നിന്നുള്ള ഉണ്ടാവും. അപ്പോൾ അതേപോലെ തന്നെ ഇതിപ്പോൾ ഒരു ഡയറക്റ്റ് സെയിലിങ്സ് ഇവിടെ നിന്നുണ്ടാവും, മദർ ഷിപ്സ് ഇവിടെ കോൾ ചെയ്യും. അപ്പോൾ അതിൻ്റെതായ ബെനിഫിറ്റ്. അപ്പോൾ ആളുകൾ പറയുന്നത് ഇത് തമിഴ്നാട് കേന്ദ്രീകരിച്ചുള്ള രീതിയിലായിരിക്കും കുറച്ച് നേട്ടം ഉണ്ടാകുക, അങ്ങനെയൊക്കെ സംശയങ്ങൾ. ഇപ്പോൾ നമ്മുടെ ഭരണതലത്തിൽ നിന്ന് തന്നെ ഈ സമുദ്രവും തുറമുഖവും കേന്ദ്രീകരിച്ച് വലിയ മാറ്റങ്ങൾ വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് സാധ്യമാകുമോ? അതെ, ടൂട്ടിക്കോറിനുള്ള കുറച്ച് കാർഗോസ് ഇങ്ങോട്ട് ഡൈവേർട്ട് ചെയ്യും. അപ്പോൾ അത് ഡെഫിനറ്റ്ലി വിഴിഞ്ഞമ്പിൽ ബെനിഫിറ്റ് ഔട്ട് ഓഫ്. ഒരു MSC മാത്രം ഉള്ളപ്പോൾ അങ്ങനെ അതിൻ്റെ എന്തെങ്കിലും പോരായ്മയുണ്ടോ? ഇല്ല, MSC മാത്രം. അവർക്ക് ഒരു മേജർ സ്റ്റേക്ക് എന്ന് പറയാം ഇവിടെ. അത് സെയിം തിങ് ഇൻ മുന്ദ്ര ഓൾസോ. അപ്പോൾ അതിപ്പോൾ സംബഡി ഹാസ് ടു പാർട്ട്ണർ വിത്ത് അദാനി. അപ്പോൾ അത് ഓൾമോസ്റ്റ് ഇവിടെ കൂടുതലും MSC ആണ്. അത്രേ ഉള്ളൂ. എന്തായാലും ഒരു വികസനം വരും. ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ഹാപ്പൻ, ബട്ട് ഇറ്റ് വിൽ ബി ലിറ്റിൽ സ്ലോ, ബട്ട് സ്ലോലി ദാറ്റ് എക്കോസിസ്റ്റം വിൽ ഗ്രോ. ഇപ്പോൾ നാളെ മുതൽ ഈ കയറ്റുമതി ഇറക്കുമതി വരികയാണ്. അപ്പോൾ അതിൻ്റെ തുടക്കമാണ് സ്റ്റീമർ ഏജൻറ്റ്സ് വരിക എന്ന് പറഞ്ഞത് അല്ലേ? താങ്കൾ ഏത് കമ്പനിയുടെയാണ്? ജെയിം ബക്സി ആൻഡ് കമ്പനി. ജെയിം ബക്സി. അത് താങ്കളുടെ കമ്പനിയാണല്ലോ ഇവിടെ കപ്പൽ സർവീസ് നടത്തിയിരുന്നത്. അതെ, ചൗഗുലെ 8 നടത്തിയിരുന്നു. അതെ, അത് മൈനർ പോർട്സ് എല്ലാം കണക്ട് ചെയ്തുകൊണ്ടായിരുന്നു. അപ്പോൾ അത് അന്ന് വേറെ ചില ഇഷ്യൂസ് കാരണമാണ് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതിരുന്നത്. അല്ല, അത് ചെറുകിട തുറമുഖങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് വലിയൊരു മുന്നേറ്റമായിരുന്നല്ലോ. പക്ഷേ അത് എന്തുകൊണ്ട് നിന്നുപോയി കേരളത്തിൽ? അതിൽ പല റീസൺസ് ഉണ്ട്. ഒന്ന് റിട്ടേൺ കാർഗോസിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ പിന്നെ ഇത് ചില പോർട്ടിൽ ഡെപ്സിൻ്റെ ഇതില്ലേ, ക്രാഫ്റ്റിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. പിന്നെ 24 hour ഓപ്പറേഷൻസ് ഇതെല്ലാം ആവശ്യമാണ് നമുക്ക്. അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനുള്ള ഉൽപ്പന്നങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണോ? അത് എന്താ പറയുക, അവിടുന്ന് നമുക്ക് റിട്ടേൺ കാർഗോസ് കൂടി കിട്ടണം. ഉദാഹരണത്തിന് എങ്ങനെയാണത്? ഇപ്പോൾ അവിടുന്ന് ഇപ്പോൾ നമുക്ക് ടൈൽസും ഇതെല്ലാം ഗുജറാത്തിൽ നിന്ന് ഇവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അതേപോലെ റിട്ടേൺ കാർഗോസ് നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ അതെല്ലാം ഒരു ഇഷ്യൂ ആണ് ഇതിൽ. പിന്നെ പോർട്ട് ചാർജസ്, അതിൻ്റെ റീഫണ്ട്, ഇൻസെൻറ്റീവ് സ്കീംസ്, ഡ്രാഫ്റ്റ് അവൈലബിലിറ്റി, ക്രെയിൻ അവൈലബിലിറ്റി, ലേബർ അവൈലബിലിറ്റി ഇതെല്ലാം ലിങ്ക്ഡാണ്. പിന്നെ എഗെയിൻ ട്രക്സിൻ്റെ കൂടുതലും അവർ ട്രക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ട്രക്സിൻ്റെ വോള്യൂംസ് ഇറ്റ് മൈറ്റ് വർക്ക് ഔട്ട് ചീപ്പർ ആൻഡ് മോർ കൺവീനിയൻറ്റ്, അതായത് ഓപ്പറേഷണലി.
അപ്പോൾ അങ്ങനെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ട്. അതിൻ്റെ കുറേ LDF സർക്കാരിൻ്റെ കാലത്ത് തീരെ ചെറിയ തുറമുഖങ്ങൾ വഴി കാർഗോ ഷിപ്പിംഗ് നടത്തിയിരുന്ന കമ്പനിയാണ് JM Baxi. പക്ഷേ അത് ഒരു 6 മാസമോ 1 കൊല്ലമോ കൊണ്ട് തന്നെ ഒരു വർഷം കൊണ്ട് അത് നിലച്ചു പോവുകയാണ് ചെയ്തത്. ഒന്ന് അവർക്ക് ഇൻസെന്റീവിന്റെ പ്രശ്നം, പിന്നെ ആഴമില്ലാത്തതിന്റെ പ്രശ്നം, അതുപോലെ തന്നെ അവിടുന്ന് ചരക്ക് വന്നാൽ തിരിച്ച് ഇവിടുന്ന് പോകാൻ ചരക്കില്ല എന്നുള്ള പ്രശ്നം. അപ്പോൾ വിഴിഞ്ഞത്ത് ഇതെല്ലാം സാധ്യമാകുമെന്ന് ഇവര് പറയുകയാണ്, നമ്മൾ സ്വപ്നം കാണുകയാണ്. വിഴിഞ്ഞം ഡീപ്പ് വാട്ടർ പോർട്ട്, അതായത് അദാനി പോർട്ട്, അവിടെ 17 to 18 മീറ്റേഴ്സ് ഡെപ്ത് ഉണ്ട്. അപ്പോൾ മദർ ഷിപ്സിന് ഡയറക്റ്റ് കോൾ ചെയ്യാം. സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ഓപ്പറേഷനാണ്. ക്രെയിൻസ് എല്ലാം അതല്ലേ സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ക്രെയിൻസ്, അതായത് ഓഫീസിൽ ഇരുന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാം ക്രെയിൻസ്. വി നീഡ് നോട്ട് ഹാവ് എ ഫിസിക്കൽ ക്രെയിൻ ഓപ്പറേറ്റർ ഓൺ ദ ക്രെയിൻ. അപ്പോൾ 400 മീറ്റേഴ്സ് 25,000 TEUs കപ്പാസിറ്റി ഉള്ള ഷിപ്സ് കോൾ ചെയ്യാം. 17.5 മീറ്ററാണ് മാക്സിമം അവിടെ എടുത്തിരിക്കുന്ന ഷിപ്സ് ഡ്രാഫ്റ്റ്. അപ്പോൾ ഇത് ടേൺ റൗണ്ട് ടൈം, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇഫ് Adani can bring in giants like MSC who have more than 1,000 ships, it's a big thing. അപ്പോൾ ഇവിടുന്ന് അങ്ങനെ കപ്പലുകൾ ഗുഡ്സ് ഇല്ലാതെ ഒഴിഞ്ഞു പോകേണ്ട സ്ഥിതി ഉണ്ടാവില്ല. ഇല്ല, that will not happen. That already proved. ഇപ്പോൾ we have the volume wise already overtaken Kochi. അപ്പോൾ കൊച്ചിൻ തുറമുഖത്തിൻ്റെ പ്രസക്തി കുറയുമോ കൂടുമോ? ഇല്ല, അത് കോംപ്ലിമെൻ്റ് ചെയ്യും. ഇറ്റ് വിൽ നോട്ട് റെഡ്യൂസ്, മേ ബി 5-10% ദിസ് സൈഡ് ഓർ ദാറ്റ് സൈഡ്. നിങ്ങൾ ഏത് കമ്പനിയുടെയാണ്? ഞാൻ ഹെപ്പഗ്ലോയിഡ് എന്ന് പറയുന്ന ഷിപ്പിംഗ് കമ്പനിയാണ്. അത് ബേസ് ചെയ്തിരിക്കുന്ന ഇവിടെ ജർമ്മൻ ലൈനാണ്, ഷിപ്പിംഗ് ലൈനാണ്. ഞങ്ങൾക്ക് കഴിഞ്ഞ കൊല്ലം വരെ ഞങ്ങൾക്ക് ഡയറക്റ്റ് വെസൽ കൊച്ചിയിലുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ JV മാറി. ഞങ്ങളും മേഴ്സ്കുമായിട്ട് ജെമിനി എന്ന് പറയുന്ന ജോയിൻറ്റ് വെഞ്ചറാണ്. അപ്പോൾ അവരുടെ വെസൽ ആസ് ഓഫ് നൗ ഇപ്പോൾ കൊളംബോയിൽ മാത്രമേ കോൾ ചെയ്യുള്ളൂ. ഇപ്പോൾ ചെന്നൈ, കൊളംബോ ഡയറക്റ്റ് ടു യൂറോപ്പാണ്. അത് കൊച്ചിയിലേക്ക് വരാൻ അവർക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ വെസലിൻ്റെ കപ്പാസിറ്റിയും വോള്യൂം കൺസിഡർ ചെയ്ത് അവരത് കൊച്ചി ഡ്രോപ്പ് ചെയ്തു. ഇപ്പോൾ കൊളംബോന്ന് ഡയറക്റ്റായിട്ടാണ് പോകണം. അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി വിഴിഞ്ഞത്തിൽ അതിൻ്റെ പ്രോബ്ലം ഉണ്ടാവില്ലായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ MSCയുടെ സാന്നിധ്യം കൂടുതലായിട്ടുള്ള സ്ഥലത്ത് മർസ്ക് അവർക്ക് അങ്ങനെ കുഴപ്പമില്ല? ഇല്ല, അങ്ങനെയില്ല. ഇപ്പോൾ ഏത് ടെർമിനൽ വന്നാലും പബ്ലിക് യൂട്ടിലിറ്റി അല്ലേ, ഏത് ലൈൻസിന് വേണമെങ്കിലും വരാം. അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അവർ മീറ്റ് ചെയ്താലും മാത്രം മതി. പിന്നെ ഓബ്വിയസ്ലി അൾട്ടിമേറ്റ്ലി ഇതെല്ലാം കൺസിഡർ ചെയ്യുന്നത് കോസ്റ്റാണ്. ആ കോസ്റ്റ് നമ്മൾ എങ്ങനെ നമ്മുടെ കോമ്പറ്റീറ്റർ പോർട്ട്സായിട്ട് എങ്ങനെ നമ്മൾ മാച്ച് ചെയ്ത് സർവീസസ് പ്രൊവൈഡ് ചെയ്യണം, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും മിക്ക ഷിപ്പിംഗ് ലൈൻസും അവരുടെ വെസൽസ് ആ പർട്ടിക്കുലർ ടെർമിനലിലേക്ക് ഓപ്പറേറ്റ് ചെയ്യണം. അഫ്കോഴ്സ് ഇപ്പോൾ തുടങ്ങുന്നത് നാളെ തൊട്ട് എക്സിം കാർഗോവും തുടങ്ങാൻ പോകുന്ന വെച്ചാൽ ആസ് ഓഫ് നൗ ഇപ്പോൾ ഉള്ള ഹിൻഡ്രൻസ് വിഴിഞ്ഞത്തുള്ളതെന്ന് വെച്ചാൽ കണക്റ്റഡ് CFS ഇല്ല. പിന്നെ ഒരു പുതിയ CFS അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. CFS എന്ന് പറഞ്ഞാൽ കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷൻ. അവിടുന്നായിരിക്കും ഈ ബാക്കിയുള്ള കൺസോൾട്ടേഷനോ അല്ലെങ്കിൽ എക്സാമിനേഷൻ പോർട്ട്. ഇപ്പോൾ ഒരു വെയർ ഹൗസിൽ നിന്ന് സ്റ്റഫ് ചെയ്ത് കൊണ്ടുവന്ന് എക്സാം ചെയ്യേണ്ടത് CFSലാണ്. അപ്പോൾ ആ ഒരു ഫെസിലിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് എക്സിംസ് ഇനീഷ്യലി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ആ CFS വൺസ് ഫങ്ഷനായി തുടങ്ങി കഴിയുമ്പോൾ ഓബ്വിയസ്ലി ഈ പറയുന്ന പോലെ എക്സ്പോർട്ട് വോള്യൂംസ് കൂടും. പ്രത്യേകിച്ച് നമുക്ക് തൂട്ടുകുരൻ തമിഴ്നാട് ബെൽറ്റിൽ നിന്ന് വരാൻ കൂടുതലും കൂടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതും കൂടെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും മിക്കവാറും എല്ലാ ഷിപ്പിംഗ് ലൈൻസും ഇവിടെ വെസൽസ് ഓപ്പറേറ്റ് ചെയ്യണത് എങ്ങനെ ആയിരിക്കണമെന്നുള്ളത് തീരുമാനിക്കും. ഈ ഷിപ്പിംഗ് ലൈൻസിൻ്റെ പ്രതിനിധികളാണ് ഓരോ വലിയ ഷിപ്പിംഗ് കമ്പനികളുടെ പ്രതിനിധികളാണ് ഇപ്പോൾ ഈ സ്റ്റീമർ ഏജൻസ് ആയിട്ട്. സ്റ്റീമർ ഏജൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ ഷിപ്പിംഗ് കമ്പനീസിൻ്റെയും അസോസിയേഷനാണ്. ഈ അസോസിയേഷൻ ഈസ് ഓൾവേസ് എ മീഡിയേറ്റർ ബിറ്റ്വീൻ the trade and the line or trade between customs, port, immigration. അവരുടെ എല്ലാം മീഡിയേറ്റർ ആയിട്ടാണ് അസോസിയേഷൻ്റെ ആക്ടിവിറ്റി വരുന്നത്. ഇപ്പോൾ ഒരു ട്രേഡിന് അല്ലെങ്കിൽ ഒരു എക്സ്പോർട്ടിന് അല്ലെങ്കിൽ ഒരു കസ്റ്റംസിലൊരു ഇഷ്യൂ PHOയുടെ PROൻ്റെ അവർക്ക് ഇഷ്യൂ ഉണ്ടെങ്കിൽ ഓബ്വിയസ്ലി സ്റ്റീമർ ഏജൻസ് അസോസിയേഷൻ വിൽ ഗെറ്റ് ഇൻവോൾവ് ആൻഡ് സീ വാട്ട് ബെസ്റ്റ് സൊല്യൂഷൻ ദേ ക്യാൻ പ്രൊവൈഡ് ടു ദി ട്രേഡ് ഫോർ ദി ബെനിഫിഷ്യൽ മ്യൂച്വൽ ബെനിഫിഷ്യലിന് വേണ്ടിയായിരിക്കും അസോസിയേഷൻ ഓൾവേസ് പോകുന്നത്. ഇപ്പോൾ തുടക്ക സമയത്ത് നിങ്ങളുടെയൊക്കെ ഓഫീസ് ഇവിടെ ആരംഭിക്കാനുള്ള പദ്ധതിയുണ്ടോ? അങ്ങനെ ഇറ്റ് ഈസ് നോട്ട് നെസസറി. അങ്ങനെ
കൊച്ചിയിലില്ല. ഞങ്ങളെല്ലാം എല്ലാം സെൻട്രലൈസ്ഡ് ആണ്. നമുക്ക് അത് അങ്ങനത്തെ ഒരു ഓഫീസ് വേണമെന്ന് നിർബന്ധമില്ല. സിൻസ് ഇറ്റ് ഇസ് നൗ എവറിത്തിങ് ഇസ് ഡിജിറ്റലൈസ്ഡ്. അതുകൊണ്ട് നമുക്ക് ഓൺലൈനിൽ തന്നെ എല്ലാ വർക്കും ചെയ്യാം. താങ്കൾ ഏത് കമ്പനിയുടെ? എൻ്റെ കമ്പനിയുടെ പേര് എൻട്രസ്റ്റ് ഷിപ്പിംഗ് ആണ്. ഏത് രാജ്യമാണ്? ഞങ്ങൾ ഇന്ത്യ ബേസ്ഡ് തന്നെയാണ്. ഇന്ത്യയിലെ എല്ലാ പ്രധാന തുറമുഖങ്ങളിലും ഓഫീസുകളുള്ള ഒരു കമ്പനിയാണ്. ഒരു തുറമുഖം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾക്ക് ഉദ്ദേശിക്കുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചറിലെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു സൗകര്യമാണ്. ആ സൗകര്യത്തിൽ മറ്റ് കണ്ണികളാണ് സ്റ്റീമർ ഏജൻസ് അസോസിയേഷൻ, കസ്റ്റം ബ്രോക്കേഴ്സ്, CFSകൾ, പോർട്ട് ഹെൽത്ത്, പിന്നെ ഫോറിൻ രജിസ്ട്രേഷൻ ഓഫീസ്, FRROയുടെ ഓഫീസ്, ഇവയെല്ലാം ചേർന്ന് വരുന്ന ഒരു എക്കോസിസ്റ്റത്തിലാണ് നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്നത്. അതിൽ പോർട്ടും ബാക്കി അനുബന്ധ ഏജൻസികളും ഒരുപോലെ ചേർന്ന് വർക്ക് ചെയ്യുമ്പോഴാണ് ഈ ഒരു പോർട്ടിൻ്റെ സക്സസ് ഉണ്ടാവുന്നത്. ഇവിടെ ഇപ്പോൾ ഗേറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ പ്രധാനമായും സംഭവിക്കുന്നത് കാർഗോ ഓപ്പറേഷൻസ്, പിന്നെ ഗേറ്റ് വഴിയുള്ള കാർഗോ അകത്തേക്കും പുറത്തേക്കും പോകുമ്പോൾ ഈ നമ്മളുടെ സമീപ പ്രദേശങ്ങളിലെ മറ്റ് തൊഴിലവസരങ്ങൾ ധാരാളമായി ഉണ്ടാവാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ തീരദേശത്തൊക്കെ ഉള്ളവർക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. തെക്കൻ കേരളത്തിലെ ഭൂരിഭാഗം ഈ മത്സ്യമേഖലകളാണ്. അപ്പോൾ അവിടെയൊക്കെ ഉള്ളവർക്ക് ചെറിയ ചെറിയ ജീവിത സാധ്യതകൾ തുറക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടാവും. തീർച്ചയായിട്ടും അനുബന്ധ മേഖലകളിലെ തൊഴിലവസരങ്ങൾ ഒരു പരിധിവരെ ഉയർന്നു വരാനുള്ള ഏറ്റവും വലിയ സാഹചര്യമാണ് വിഴിഞ്ഞം കാഴ്ചവെക്കുന്നത്. വിഴിഞ്ഞം സ്വാഭാവികമായ ആഴവും സ്വാഭാവികമായി ഇൻ്റർനാഷണൽ വാട്ടർവേസിനോട് ചേർന്നുള്ള പോർട്ടും എന്നുള്ള നിലയിൽ അതൊരു വലിയ സക്സസ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ വർഷങ്ങളായി പരിചിതനും മുൻ പ്രസിഡൻറ്റുമായ സ്റ്റീമർ ഏജൻസ് അസോസിയേഷൻ്റെ ശ്രീ പ്രകാശ് അയ്യർ, അദ്ദേഹം ഈ മാരിടൈം മേഖലയിലെ ഒരു വിദഗ്ധൻ കൂടിയാണ്. സാർ, ഇപ്പോൾ ഈ വിഴിഞ്ഞത്ത് 40 വർഷമായി കൊച്ചിയിൽ അടിസ്ഥാനപ്പെടുത്തിയിരുന്ന സ്റ്റീമർ ഏജൻസ് അസോസിയേഷൻ കേരളീയ അടിസ്ഥാനത്തിൽ വിഴിഞ്ഞത്ത് തുടക്കം കുറിക്കുകയാണ്. അപ്പോൾ വിഴിഞ്ഞത്ത് നാളെ മുതൽ ആരംഭിക്കുന്ന കയറ്റിറക്കുമതി അതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ വരവ് അങ്ങനെ തന്നെയാണല്ലോ. നമ്മൾ ഈ വികസന സ്വപ്നം ഇത് എന്താണ്, എവിടെ കൊണ്ടെത്തിക്കും? നമ്മളെ പോസിറ്റീവായിട്ട് ചിന്തിക്കാമോ? ഇതെല്ലാം വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കേണ്ടതാണ്. കടൽ എത്രത്തോളം ആഴത്തിലാണോ, എത്രത്തോളം വ്യാപ്തിയുണ്ടോ, അതുപോലത്തെയാണ് ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് പറയുന്നത്. അതുതന്നെയാണ് വിഴിഞ്ഞത്ത് വരുന്ന ഈ വിഴിഞ്ഞത്ത് നടക്കുന്ന ഈ പോർട്ടിൻ്റെ പ്രവർത്തനം അതുപോലെ തന്നെയായിരിക്കും. ഞങ്ങൾ ഇത് 50ാമത്തെ വർഷമാണ്. ഇനിയിപ്പോൾ അടുത്ത 2 വർഷത്തിൽ നമ്മൾ 50ാമത്തെ വർഷം തയ്ക്കാൻ പോവുകയാണ്. ആ 50ാമത്തെ വർഷം തയ്ക്കുന്നതോടുകൂടെ വിഴിഞ്ഞം പോർട്ടും അതേ ലെവലിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ പുരോഗമിക്കുന്നുള്ളതാണ് നമ്മുടെ കാൽക്കുലേഷൻസ്. ഒരിക്കലും അത് തെറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഏകദേശം ഒരു ഷിപ്പിംഗ് ലൈൻ മാത്രമായിട്ട് തന്നെ ഇവിടെ 1 ലക്ഷത്തിന് മീതെ കണ്ടെയ്നർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇമാജിൻ, നമുക്ക് 88 മെമ്പേഴ്സാണ് ഞങ്ങളുടെ കേരള സ്റ്റീമർ അസോസിയേഷനിലുള്ളത്. അതിൽ 30ഓളം മെമ്പേഴ്സിന് സ്വന്തമായിട്ട് കപ്പലുള്ള കമ്പനികളാണ്. അപ്പോൾ ഇത്രയും കപ്പലുകളെല്ലാം അവിടെ എടുക്കുമ്പോൾ ഇവിടെ ലൈനിൽ നിൽക്കേണ്ടി വരും കപ്പലുകൾ. അത്രത്തോളം വോള്യൂം ഉണ്ടാവും, അത്രത്തോളം ഈ രാജ്യത്തിന് ബെനിഫിറ്റ് ഉണ്ടാവും, തിരുവനന്തപുരത്തിന് ബെനിഫിറ്റ് ഉണ്ടാവും. എൻ്റെ കൂടെ എൻ്റെ സ്റ്റീമർ അസോസിയേഷൻ്റെ പ്രസിഡന്റ്, അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാനുണ്ടോ? അദ്ദേഹത്തിന് നിങ്ങൾ ചോദിക്കുകയായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അല്ല, നമുക്ക് ഈ പറയുന്നതൊക്കെ വളരെ സ്വപ്നതുല്യമായ കാര്യങ്ങളാണ്. പക്ഷേ യാഥാർത്ഥ്യമായ തലത്തിൽ ഇവിടുന്ന് നമ്മൾ കയറ്റി കൊണ്ടുപോകാനുള്ള ഗുഡ്സ് ഉണ്ടോ, ഇവിടെ ഇറക്കിയാൽ എങ്ങനെ പോകാനുള്ള വഴി, ഇതൊക്കെ വെച്ചിട്ട് ഈ വികസനം ഉടൻ സാധ്യമാകുമോ അതോ വർഷങ്ങൾ എടുക്കുമോ? എന്താണ്? ഒരിക്കലും വർഷങ്ങൾ എടുക്കില്ല, ഉടൻ സാധ്യമാകുന്ന ഒരു കാര്യമാണ്. കാരണം കേരളത്തിൽ ഓൾറെഡി കാർഗോ ഉണ്ട്. കേരളത്തിൻ്റെ ഹിൻഡർലൈൻസ് എന്ന് പറയുന്നത് തിരുപ്പൂർ, ബാംഗ്ലൂർ, കോയമ്പത്തൂർ ഇങ്ങനെയുള്ള സ്ഥലത്തുനിന്ന് ബൈ റെയിൽ കോൺകോർ യൂസ് ചെയ്ത് കണ്ടെയ്നേഴ്സ് വരും. ഇത് തീർച്ചയായിട്ടും ഇതൊരു വൺ സക്സസ് ആവും. കാരണം അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ വിഴിഞ്ഞത്ത് ഓഫീസുകൾ ആരംഭിക്കും അല്ലേ? മറ്റ് കമ്പനികൾ ഓഫീസ് ആരംഭിക്കും. ഓൾറെഡി രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഓൾറെഡി എൻക്വയറീസ് തുടങ്ങി. കസ്റ്റംസിൻ്റെ രജിസ്ട്രേഷൻ വേണം. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എന്തായാലും കമ്പനികൾ സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ അപര്യാപ്തത എന്താ, നമ്മുടെ പോരായ്മ എന്താ? ഇവിടെ റോഡില്ലാത്തതാണോ, അങ്ങനെ എന്തെങ്കിലും പോരായ്മ? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, കാരണം ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിലറുകൾ പോയി തുടങ്ങിയിട്ടില്ല. ട്രെയിലറുകൾ പോയി തുടങ്ങുമ്പോൾ മാത്രമാണ് ജനങ്ങൾക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കണക്ടിവിറ്റിയാണ്. കണക്ടിവിറ്റി മസ്റ്റാണ്. അതായത് ട്രെയിലർ പോകുന്ന റോഡിൽ കൂടെ മറ്റു വണ്ടികൾ പോകുമ്പോഴുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ അത് ട്രെയിലറിൻ്റെ കണക്ടിവിറ്റി പോകാനായിട്ടുള്ള റോഡ് കണക്ടിവിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസനമാണ് പ്രധാനമായിട്ടും വേണ്ടത്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ഉണ്ടാകണമെന്നാണ് ഇവർ പറയുന്നത്. കാരണം ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ട്രെയിലറുകൾ റോഡിലേക്ക് ഇറങ്ങുകയും ഇത് യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു വലിയ പ്രയാസമായി മാറും. ഈ പിന്നെ റോഡും മറ്റ് അടിസ്ഥാന സൗകര്യവും ഇല്ലെങ്കിൽ അല്ലേ? അത് വേണ്ട പ്രധാനമാണ്. അങ്ങ് ഏത് കമ്പനിയുടെയാണ്? ഞാൻ ഇവിടെ MBK ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞ കമ്പനിയിലാണ്. ഞങ്ങളുടെ ഇന്ത്യൻ ബേസ്ഡ് കമ്പനിയാണ്. ഇന്ത്യൻ ബേസ്ഡ് തന്നെ. അപ്പോൾ അതിൻ്റെ ഞങ്ങളുടെ ഏജൻസിയിൽ ഒരു
3 കപ്പലോളം മാസത്തിൽ ഇവിടെ വരുന്നുണ്ട് ഇപ്പോൾ. അത് MSCയുടെ കണ്ടെയ്നേഴ്സ് തന്നെ എടുക്കാനാണ് ഇവിടുന്ന് ജിബൂത്തിയിലേക്ക്. അപ്പോൾ അതങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഹോപ്പ്ഫുള്ളി ഇത് നന്നായിട്ട് വരണം. പേരെന്താ? സന്തോഷ്. അങ്ങയുടെ നിരവധി കമ്പനികളും അവരുടെ പ്രതിനിധികളും ഇന്ന് വിഴിഞ്ഞത്തെത്തിയിരിക്കുകയാണ്. അപ്പോൾ അവരെ ആ സ്വപ്നങ്ങളും ആ സന്തോഷവും പങ്കുവെക്കുകയാണ്. ഏത് കമ്പനിയുടെ പ്രതിനിധിയാണ് അങ്ങ്? ഞാൻ പരേഖ് മറൈൻ എന്ന് പറയും. പരേഖ് മറൈൻ. അത് ഏത് രാജ്യം? ഇന്ത്യൻ ബേസ്ഡ് കമ്പനിയാണ്. ബോംബെ ബേസ്ഡ് ആണ്. ബോംബെ ബേസ്ഡ്. അപ്പോൾ നിങ്ങളിവിടെ അതിൻ്റെ ഓഫീസ് അങ്ങനെ? നമ്മളിപ്പോൾ ഇവിടെ ഓഫീസ് സ്പേസ് നോക്കുന്നുണ്ട്. നമ്മൾ കൊച്ചിനിലുണ്ട്, പാൻ ഇന്ത്യ നമുക്ക് ഓഫീസസ് ഉള്ളതാണ്. ഇപ്പോൾ ട്രിവാൻഡ്രം നമ്മൾ പുതിയൊരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പോൾ ഇത് വിഴിഞ്ഞം ഒരു വലിയ ഒരു വികസനത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുമെന്ന് പറയുന്നത് ശരിയാണോ? യെസ്. വിഴിഞ്ഞം വലിയൊരു ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ട്രാൻസ്ഷിപ്മെൻ്റ് ആണ്. ഇപ്പോൾ നാളെ തൊട്ട് കാർഗോ എക്സിം വർക്ക്സ് സ്റ്റാർട്ട് ചെയ്യാനാണ്. നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്നുള്ള പ്രതീക്ഷയിൽ പോകുന്നു. അപ്പോൾ അതിനെ ഒരു ചിങ്ങം 1 ഒരു നല്ല തുടക്കം കുറിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ ഇതിൻ്റെ സെക്രട്ടറിയാണ്, സ്റ്റീമർ അസോസിയേഷൻ്റെ സെക്രട്ടറിയാണ്. പേരെന്താ? വലിയൊരു ഉത്തരവാദിത്വമാണല്ലോ എടുത്തിരിക്കുന്നത് അല്ലേ? ഇതെങ്ങനെയാണ് പ്രതീക്ഷ നൽകുന്നത്? വിജയകരമാവത്തില്ലേ എല്ലാം? തീർച്ചയായിട്ടും. നമുക്ക് കൊച്ചിനിൽ അസോസിയേഷൻ 1978 മുതലുള്ളതാണ്. നമ്മൾ കൊച്ചിൻ്റെ മെമ്പേഴ്സിനെല്ലാം സെർവ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വിഴിഞ്ഞത്തുള്ള എല്ലാവരെയും സെർവ് ചെയ്യാൻ പറ്റും തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. കൊച്ചി പോലെ തന്നെ വിഴിഞ്ഞവും ഒരു വലിയ തുറമുഖമായി മാറ്റാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിക്കും. മലയാളികളുടെ ഒരു വലിയ സ്വപ്നമാണ് യാഥാർത്ഥ്യമാകുന്നത്. അത് ഇന്ത്യയിലും ലോകത്തിൻ്റെയും നെറുകയിലേക്ക് അങ്ങയുടെ കമ്പനി പറഞ്ഞില്ലല്ലോ. ഞാൻ MBK ലോജിസ്റ്റിക്സിൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ്. മാനേജിംഗ് കമ്മിറ്റി മെമ്പറാണ് കേരള സ്റ്റീമർ ഏജൻസ് അസോസിയേഷൻ്റെ. അങ്ങനെയാണ്. കമ്പനി ഇന്ത്യൻ ബേസ്ഡ് ആണോ വിദേശമാണോ? കമ്പനി വെരി മച്ച് ഇന്ത്യൻ ബേസ്ഡ് ആണ്, കൊച്ചി ബേസ്ഡ് ആണ്. 10-79 വർഷം പഴക്കമുള്ള കമ്പനിയാണ്. ഇവിടെ ഓൾ ഇന്ത്യ ലെവലിൽ ബ്രാഞ്ചസ് ഉണ്ട്. വിഴിഞ്ഞമാണ് ലേറ്റസ്റ്റ് ബ്രാഞ്ച്. 2-2.5 വർഷമായി. ഞങ്ങളിവിടെ അഡാനി ടെർമിനലിൽ 10-40ഓളം കപ്പൽ കൊണ്ടുവന്നുണ്ട്. അപ്പോൾ മറ്റന്നാളും അതിൻ്റെ 22-ാം തീയതി കപ്പലുണ്ട്. GFS ദേശീയ അന്തർദേശീയ തലത്തിലുള്ള ഷിപ്പിംഗ് ലൈനേഴ്സും അതിൻ്റെ പ്രതിനിധികളും എല്ലാം വിഴിഞ്ഞത്തെത്തിയിരിക്കുകയാണ്. അവരുടെ കപ്പലുകൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നു. വരുന്ന ദിവസങ്ങളിൽ അവരുടെ കപ്പലുകൾ ഇവിടെ എത്തും. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും അതിൻ്റെ ഒരു തുടക്കവുമാണ്. നമസ്കാരം. സംസാരിച്ചല്ലോ. ഓക്കെ. വിഴിഞ്ഞത്തെക്കുറിച്ച് 2 വാക്ക് പറയുക. നിങ്ങളുടെ പ്രതീക്ഷ എന്താണ്? വിഴിഞ്ഞം കേരള സ്റ്റീമറിൻ്റെ അസോസിയേഷൻ ഇതൊരു നല്ല രീതിയിൽ തന്നെ എല്ലാ തരത്തിലുള്ള വിഴിഞ്ഞം പോർട്ടിന് വേണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള സർവീസുകൾക്കും വേണ്ടി പോളിസി മാറ്ററുകളിൽ നല്ല രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യുമെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ. വിഴിഞ്ഞം മലയാളികളുടെ സ്വപ്നത്തിനനുസരിച്ച് ഈ ചിങ്ങത്തിൽ കയറ്റിറക്കുമതിയുടെ ഒരു തുടക്കം കുറിച്ചിരിക്കുന്നു. അപ്പോൾ അത് വലിയൊരു വിജയമായി കേരളത്തിൻ്റെ വികസന സ്വപ്നങ്ങൾ ലോകത്തിൻ്റെ നെറുകയിലെത്തുന്ന തരത്തിലേക്ക് കൊണ്ടുവരും എന്ന പ്രതീക്ഷയിലാണ് ഇവരെല്ലാം. അതിന് വിദേശത്തുമുള്ള കമ്പനികളുടെ പ്രതിനിധികളെല്ലാം ഇവിടെ ഇന്ന് ഒത്തുചേർത്തിരിക്കുകയാണ്. ഇവർ ഇനി അടുത്ത ദിവസങ്ങളിൽ ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നു.